മണാലി യാത്രാനുഭവം പങ്കുവെച്ച വൈറലായ നാദാപുരം സ്വദേശിനിയായ നഫീസുമയെ വിമർശിച്ച മതപണ്ഡിതന്റെ പ്രസംഗത്തിനെതിരെ വ്യാപക വിമർശനം. സമസ്ത AP വിഭാഗം പണ്ഡിതനും സുന്നി വോയിസ് എഡിറ്ററുമായ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയുടെ പ്രസംഗമാണ് വിവാദത്തിന്റെ അടിസ്ഥാനം. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ, എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. നമ്മൾ ആലോചിച്ച് നോക്കുക. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. 25 വർഷം മുൻപ് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ദിക്റും സ്വാലത്തും ചൊല്ലി ഏതെങ്കിലും മൂലക്കിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഏതോ നാട്ടിൽ പോയി മഞ്ഞിൽ കളിക്കുകയാണ്. ഇതാണ് ജീവിതമെന്ന് മറ്റുള്ളവരോട് പറയുന്നു. വിധവകൾ വീട്ടിലിരിക്കണമെന്ന ആശയം പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതായിരുന്നു ഇബ്രാഹിം സഖാഫിയുടെ പ്രസംഗം. വിനോദയാത്ര പോകുന്നതും വീഡിയോ പങ്കുവയ്ക്കുന്നതും വലിയ തെറ്റെന്ന രീതിയിൽ പൊതുവേദിയിൽ പ്രസംഗിച്ച പ്രഭാഷകന്റേത് പിന്തിരിപ്പൻ നിലപാടാണെന്നാണ് പ്രമുഖരുൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഉയർത്തുന്ന വാദം. ഭൂമിയിലെ അനേകായിരം അത്ഭുതങ്ങൾ മനുഷ്യർക്ക് കാണാൻ വേണ്ടിയാണെന്നും ചില പ്രതികരണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. അതേസമയം മതപണ്ഡിതന്റെ വിമർശനം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ കടുത്ത മാനസിക പ്രയാസത്തിലാണ് നഫീസുമ എന്നാണ് മകൾ ജിഫാന പറയുന്നത്. പ്രസംഗത്തിലൂടെ ഒരു കുടുംബത്തിന്റെ സമാധാനമാണ് മതപണ്ഡിതൻ ഇല്ലാതാക്കിയതെന്നും ജിഫാന പറയുന്നു. പ്രസംഗം കുടുംബത്തിനും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കി. 25 വർഷം മുമ്പ് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലെന്നാണോ മതപണ്ഡിതർ പറയുന്നത്? എന്നാൽ മതപണ്ഡിതന്റെ വിമർശനം ചർച്ചയായതോടെ ഉമ്മ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. എല്ലാവരും പണ്ഡിതന്റെ പ്രഭാഷണത്തെക്കുറിച്ച് പറയുന്നത് ഉമ്മയെ മാനസികമായി ബാധിച്ചു എന്നും ജിഫാന പറയുന്നു.